തൃശ്ശൂരുകാർ ചെയ്ത ദ്രോഹം. ഞാൻ പറയുന്നത് അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കണം തൃശ്ശൂർ. അപ്പോഴെങ്കിലും തൃശ്ശൂരുള്ള തന്തയ്ക്ക് പിറന്നവർ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വോട്ട് ചെയ്യണം. അങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ തൃശ്ശൂരുകാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ പറയൂ. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, അറിയാലോ, നമ്മളുടെ തൃശ്ശൂരിൻ്റെ തിലകക്കുറി കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിനെ നമ്മുടെ ശാന്തിവേള ദിനേശ് ഏട്ടൻ ഒന്നെടുത്ത് തേച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു, അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി. എനിക്ക് ഈ ശാന്തിവേള ദിനേശ് ഏട്ടൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആ റിയാക്ഷൻ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മളെ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ നൽകി മാക്സിമം സപ്പോർട്ട് തരിക. നിങ്ങളുടെ കമൻറ്റ് പ്ലസ് ആയാലും മൈനസ് ആയാലും കുഴപ്പമില്ല, അത് രേഖപ്പെടുത്തിയിട്ട് പോകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തൃശ്ശൂരുകാർ തിരുവനന്തപുരം മുതലുള്ള ചേട്ടന്മാരെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്തു പോലും നമ്മുടെ സിനിമാക്കാരനെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത്. ഇവിടേക്കുള്ള ഡ്രൈവർ അത് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചോണ്ട് പോയല്ലോ വോട്ട് ചെയ്യാൻ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചിവിടെ വന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 10 പൈസയുടെ ഗുണം, ഒരു വർഷം കഴിഞ്ഞല്ലോ, 10 പൈസയുടെ ഗുണം കേരളത്തിന് അദ്ദേഹം തരണ്ട. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല, അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് അവിടെ റോളൊന്നുമില്ല. പക്ഷേ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർ ജില്ലയ്ക്കായി എന്തെങ്കിലും ചെയ്തു. ഈ ഭവൻ ഒന്നും ചെയ്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എയിംസ് ആലപ്പുഴമാരും വന്നില്ലെങ്കിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുവരും, ഇല്ലെങ്കിൽ തേനി കമ്പം ഭാഗത്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ വി ഡി സതീശനെ പോലെയാണ് പറയുന്നത്, പിറ്റേ ദിവസം ഉൾട്ടായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതെനിക്കൊന്ന് സതീശൻ സുരേഷ് ഗോപിയിൽ നിന്നാണോ പഠിച്ചത്, സുരേഷ് ഗോപി സതീശൻ്റെ നിന്നാണോ പഠിച്ചതെന്ന് എനിക്കറിയില്ല. പച്ചക്കള്ളം വീഡിയോയിൽ പറഞ്ഞിട്ട് പണ്ട് പത്രക്കാരുടെയാണെങ്കിൽ നമുക്ക് മാറ്റി പറയാം, നാളെ തള്ളിക്കളയാം. ഇപ്പോൾ ഈ വീഡിയോ ആയതുകൊണ്ട് ആർക്കും പറ്റിക്കാൻ നോക്കില്ല. അപ്പോൾ ഇന്നെന്ത് പറയുന്നു അതിന് നേരെ തിരിച്ച് നാളെ പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് വീമ്പ് പറയും, വീമ്പ് കാണിക്കും. ഈ അല്പന്മാരെ പോലെ കസവ് നേരി ഇതൊക്കെ പുതച്ച് തൃശ്ശൂർ റോഡിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് വീമ്പൊക്കെ കാണിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നത് തിരിച്ച് പറയുകയും ചെയ്യും. 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ അതിൽ 300 ദിവസത്തിൽ കൂടുതലും അദ്ദേഹം കേരളത്തിലെ കലുങ്കുകളിലും കുളത്തിലും പിന്നെ സദ്യ വിളമ്പുന്നിടത്തും ഒക്കെ ആയി സ്റ്റേറ്റ് കാറിൽ കറങ്ങും. അല്ലാതെ കേന്ദ്രമന്ത്രി സഹമന്ത്രിക്ക് അവിടെ ഒരു ചുക്കുമില്ല, ഒരു ജോലിയില്ല എന്നുള്ളതാണ് സത്യം. മറ്റേ മോനെ മറിച്ച മോനെ എന്ന് വായിൽ നിന്ന് വികട സരസ്വതി വിളമ്പും. ഒരു മന്ത്രിയല്ലേ, മാതൃകയാകേണ്ട ആളല്ലേ, മാന്യമായി സംസാരിക്കണ്ടേ? ഇപ്പോൾ കേരള നിയമസഭയിൽ മാണിയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ശിവൻകുട്ടി മുണ്ടൊക്കെ മടക്കി കുത്തി സ്പീക്കറുടെ ഡൈസിലേക്ക് ചാടിക്കയറി വാച്ചൻപാടുകാർ പൊക്കിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ മന്ത്രിയാണ്. ഒരു സഭ്യമല്ലാത്തൊരു വാക്കെങ്കിലും അദ്ദേഹം പറയാറുണ്ടോ? അതൊരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ സത്യപ്രതിജ്ഞ ലംഘനങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പരിഹാസ്യരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും മണ്ടത്തരം പറയുകയും അത് ട്രോളായി വന്ന് നിറയുമ്പോൾ തിരിച്ചു പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കളയും. ഇപ്പം തന്നെ മറ്റേ മോനെ വരുവടാ എയിംസ്, മറ്റേ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല വിളിച്ചത്, മോനെ വരുവടാ എന്നാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ പറയണേ. അതിന് മറ്റേ മഞ്ഞൾ ശോഭരെ സപ്പോർട്ട്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ശവമേന്ന് വിളിച്ചാലും അൻപോടെ വിളിക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ നാവിൻ്റെ സ്ലിപ്പ് മാത്രം വെച്ച് ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചതാ. സത്യം പറയുകയാണ്, ഇപ്പോഴും എൻ്റെ വീഡിയോകളെല്ലായിടത്തും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്തെല്ലാം നാക്കുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തെല്ലാം തിരുത്തി കലങ്കിലിരുന്ന് പറഞ്ഞു എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി എന്തിന് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം പണ്ടുള്ളവർ പറയും, നായ നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കുമെന്ന്. വാവച്ച് കുടിക്കില്ല. അതിനോട് നമ്മൾ പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് തോന്നി. ഒന്നും സംഭവിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ എപ്പിസോഡ് ചെയ്യാത്തത്. ശിവരാത്രി മഹാപരിക്രമ ഔദ്യോഗിക പരിപാടി എന്നാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമാവണം എങ്ങനെയെന്ന് എനിക്കുണ്ട് ശിവരാത്രി. ഇനി അതുമൊക്കെ ഔദ്യോഗികമായോ? ശിവരാത്രി, ദീപാവലി, വിഷു എല്ലാം ഔദ്യോഗികമാക്കിയൊന്നും എനിക്കറിയില്ല. മാതൃഭൂമി പറയുന്ന ഔദ്യോഗികമാണ്. മഹാപരിക്രമ പരിപാടിക്ക് വന്നിട്ട് അദ്ദേഹം എന്താ പറയുക, തിരിച്ചു പോകാനായിട്ട് വായുകുളിക്ക് പോകും പോലെ അകത്തുനിന്ന് മറ്റേ നേരിയതൊക്കെ പുതച്ച്, കരാർക്കടയിൽ നിന്ന് വാങ്ങിച്ച നേരിയതൊക്കെ പുതച്ച് അദ്ദേഹം താഴെ വന്നു. അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒന്ന് വണ്ടി കൊണ്ടുവന്നു, ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ കയറാൻ അമ്പലത്തിൻ്റെ മുന്നിൽ എടുത്തിടണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ഔദ്യോഗികമായി അദ്ദേഹം കയറിയത്. എസ്കോട്ട് വാഹനം വന്നു ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. പക്ഷേ തൻ്റെ വാഹനം വന്നില്ല. 1 മിനിറ്റ് പുള്ളിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. മന്ത്രി ചാടി റോഡിലിറങ്ങി ആട്ടോയിൽ ചാടി കയറി. പോകാൻ തുടങ്ങുമ്പോൾ കാണാം ഔദ്യോഗിക വാഹനം വന്ന് നിൽക്കുന്നു. പാർട്ടിക്കാരൊക്കെ ചെന്ന് പറഞ്ഞു, സാറേ നേതാവേ, ചേട്ടാ, മോനെ, ഇതാ വണ്ടി വന്നെന്നൊക്കെ പറയുന്നു. ആരെയും നോക്കാതെ ഒരു ഗർഭം ഉണ്ടാക്കണം നോട്ടം നോക്കുമ്പോൾ എല്ലാവരും ഒരു ചിറയിൽ ചെറിഞ്ഞിട്ട് പുള്ളി ആട്ടോക്കാരൻ്റെ വണ്ടി വിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൺമാൻ ഓടി ആട്ടോയിലെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ കയറി. വാസ്തവത്തിൽ അതിൽ ട്രാഫിക് ലംഘനമല്ലേ? ആട്ടോയിൽ ഫ്രണ്ടിൽ ഡ്രൈവർക്ക് മാത്രമല്ലേ ഇരിക്കാൻ പറ്റൂ. ഒരു കേന്ദ്രമന്ത്രി യാത്ര ചെയ്യുന്ന ആട്ടോയിൽ
ഗവൺമെൻറ് നിയമം തെറ്റിച്ചാൽ ഇവിടെ കേസെടുക്കില്ലെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് ഭവനെ ഇവിടെ കയറിക്കോ, എൻ്റെ കൂടെ കയറിക്കോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ 2 പേരെ സീറ്റിലിരുന്നാലും ഒരാളുടെ സീറ്റ് മിച്ച കിടക്കല്ലേ എന്ന് പറയാനുള്ള അത് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ മന്ത്രിയുടെ ഡിഗ്നിറ്റി പൊളിഞ്ഞു പോകില്ലേ. നമ്മുടെ മനസ്സിനോടൊപ്പം സംവിധാനങ്ങൾ ഓടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നാണ് പുള്ളി പറയുന്നത്. ഞാട്ടേ ചാടിക്കയറിയിട്ട് പുള്ളി പറയാണ്, എൻ്റെ മനസ്സ് പോകുന്ന അത്രയും സ്പീഡിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പോകുന്നില്ല. എസ്കോട്ട് വന്ന കാർ വന്നു, പക്ഷേ ഞാൻ പോകേണ്ട സ്റ്റേറ്റ് കാർ വന്നില്ല, വൈകി 1 മിനിറ്റ്. അതൊക്കെ എൻ്റെ മനസ്സ്, ഞാൻ ചാടി നടക്കയില്ലെന്ന്. എന്നിട്ട് പുള്ളി ഇരിക്കാൻ പെടുന്ന പാടുവാടം കാണാം ഇപ്പോൾ. അതുപോലെ അതും കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഒരു വാചകം കൂടെ അടിച്ച്, മെട്രോയും എയിംസും ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം കേട്ടോ. നമുക്ക് അടിസ്ഥാന തത്വങ്ങൾ, ആമ എന്താ, ആമയുടെ മുട്ട എന്താ, തേങ്ങ എന്താ, ഇതൊക്കെയാണ് തൽക്കാലം ചർച്ചയാക്കാനുള്ളത്. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം എന്നാണ്. ഒരു വാക്കും പുള്ളി മര്യാദയ്ക്ക് പറയില്ല. ഛർദ്ദിക്കാം എന്ന് പറയുന്ന ടോളിലാണ് ചർച്ചിക്കാം എന്ന് പറയുന്നത്. അതുപോലെ ആമ മുട്ട, ആമ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ തേങ്ങയെന്ന്. ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾ ആലോചിച്ച് നോക്കി. തൃശ്ശൂരുകാർ ചെയ്ത ദ്രോഹം. ഞാൻ പറയുന്നത് അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കണം തൃശ്ശൂർ. അപ്പോഴെങ്കിലും തൃശ്ശൂരുള്ള തന്തയ്ക്ക് പിറന്നവർ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വോട്ട് ചെയ്യണം. അങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ തൃശ്ശൂരുകാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ പറയൂ. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച. അപ്പൊ എന്റെ പൊന്ന് സുരേഷ് ഗോപി സാർ, കേന്ദ്രമന്ത്രി സാർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു അങ്ങ്. എന്തിനാണ് ഈ വിഡിത്തരങ്ങൾ, വിദ്വേഷങ്ങൾ, ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്? എന്തെല്ലാമോ പറയുന്നു. അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അതാണ് ഇതാണ്, എന്തൊക്കെയാണ് അങ്ങ് ഇത് മനഃപൂർവ്വം പറയുന്നതാണോ അതോ മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യുന്നതാണോ? എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങളൊരു കേന്ദ്രമന്ത്രിയൊക്കെ ആകുമ്പം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ് അതിൻ്റെ ഒരു മാന്യത സംസാരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ളൊരു ബഹുമാനം, അതൊന്ന് കാണിച്ച് നിലനിർത്തി കീപ്പ് ചെയ്തൊക്കെ മീഡിയയ്ക്ക് മുമ്പിൽ, സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പെരുമാറണം എന്നാണ് പറയുന്നത്. നിങ്ങളെ എനിക്ക് പേഴ്സണലി, നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. നിങ്ങളുടെ സിനിമ, പഴയകാല സിനിമകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയും ചിന്തിച്ച് മാറാൻ സമയമുണ്ട്. അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് കണ്ടന്റ് തന്ന ശാന്തിയുള്ള ദിനേശ് ചേട്ടനും സുരേഷ് ഗോപി സാറിനും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക്